BJP ഭരിക്കുന്ന ഈ നഗരസഭ ഈ വിഷയം എങ്ങനെ അവതരിപ്പിച്ചു എന്നതൊന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് ജനാധിപത്യ സംവിധാനത്തോട് എത്ര നീതി പുലർത്തിക്കൊണ്ടായിരുന്നു ഇങ്ങനെയൊരു ആശയം നടപ്പാക്കാൻ അവർ നോക്കിയത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഈ കൗൺസിലിനെ ഇത് അറിയിച്ചിട്ടില്ല. കൗൺസിലിനെ അറിയിക്കുകയാണെങ്കിൽ അവിടെ തന്നെയാണത് എതിർ ശബ്ദങ്ങളൊക്കെ വരിക. അത് സ്വാഭാവികം. പക്ഷേ അപ്പോഴും ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാരടക്കം ഇന്നിപ്പോൾ പ്രതിഷേധത്തിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ ഒരു അവകാശമാണല്ലോ അത്. ഇനി ഈ പറയുന്ന നഗരസഭ ഭരണസമിതി പറയുന്നത് ഇതൊരു സ്വകാര്യ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നുള്ളതാണ്. 1.25 കോടി അവർ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബഡ് സ്കൂളിന് ഇങ്ങനൊരു പേരിടുന്നത് എന്നാണ്. പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് പോലെ എവിടെയാണ് ആ പദ്ധതി വരുന്നത്? അത് പഞ്ചായത്തിൻ്റെ ഒരു ഭൂമിയിലാണ്. അതൊരു പൊതുഭൂമിയാണ്. നഗരസഭയുടെ പൊതുഭൂമിയാണ്. അതായത് നമ്മുടെ കരത്തിൽ നിന്ന് നഗരസഭ വാങ്ങുന്ന സ്ഥലമാണത്. അപ്പോൾ ഓരോ പൗരനും അതിൻ്റെ മേൽ അവകാശമുണ്ട്. അത് പ്രമീള ശശിധരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ശശിധരനല്ലേ അവരുടെ പേര്? പ്രമീള എന്തായാലും അവരുടെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, നാഗ്പൂരിൽ നിന്ന് കൊടുത്തയച്ചതുമല്ല. അപ്പോൾ അതുകൊണ്ട് നാഗ്പൂരിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ ഉണ്ടാക്കാൻ നോക്കണ്ട. ആ പ്രതിഷേധം സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ എതിർപ്പ് ഇന്നവിടെ ഉണ്ടായത്. പിന്നെ ഇവർക്ക് ഈ 100 വർഷമായിട്ടും ഇവരുടെ പ്രമുഖ നേതാക്കന്മാരൊന്നും ആരുടെയും മനസ്സുകളിൽ ഇപ്പോഴും പതിയപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് സാധ്യമാക്കാൻ കഴിയുന്ന വളഞ്ഞ വഴിയെന്ന് പറയുന്നത് ഇത്തരം ഓരോ പദ്ധതികൾ കൊണ്ടുവരിക, നേരത്തെ അജിംസൊക്കെ സൂചിപ്പിച്ചതുപോലെ അത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, അതിന് ഇത്തരം പേരുകൾ ഇടുക, അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുക, പരിചിതമാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതിനുള്ളൊരു തുടക്കവുമായിരുന്നിരിക്കണം. അതൊന്നും കേരളം അനുവദിക്കില്ല എന്നതാണ് ഇന്നവിടെ നാം കണ്ടത്. പക്ഷേ ഈ ഭരണസമിതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരത് ശക്തമായി ഇതേ പേരുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിൽ നടക്കില്ല എന്ന് നമുക്കറിയുന്നതാണ്. എന്നാലും ഒരു ശ്രമമാണത്. എന്ന് മാത്രമല്ല, ഒരു തവണ ഇത് നടപ്പാക്കപ്പെട്ടാൽ പിന്നെ അടുത്തത് ഇപ്പോൾ ഈ പറഞ്ഞ ഹെഡ്ഗേവാറിൻ്റെ പേരിലാണെങ്കിൽ പിന്നെ സവർക്കറുടെ പേര് വരും, പിന്നെ ഒരു ദിവസം ഗോഡ്സെയുടെ പേര് വരും. ഇപ്പോൾ എന്താണ് ഈ നമ്മുടെ കാലിക്കറ്റ് NIT തന്നെയുള്ള ഷൈജ ആണ്ടവൻ തിരിച്ചു കയറിയല്ലോ. ഒരു പേരിനൊരു പ്രതിഷേധമുണ്ടായെങ്കിലും തിരിച്ചു കയറിയല്ലോ അവർ. അപ്പോൾ അങ്ങനെ ഷൈജ ആണ്ടവനിലൂടെയും പ്രേമയിലൂടെയുമൊക്കെ ഇത്തരം പേരുകളെ സാധാരണമാക്കാൻ, സ്വീകാര്യമാക്കാൻ ശ്രമം നടക്കും. പക്ഷേ അത് പ്രതിരോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി, ഈ RSSൻ്റെ 100ാം വർഷത്തിൽ ഒരു ദൗത്യമെന്ന നിലയിൽ ഏറ്റെടുക്കുകയാണോ ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ? ഈ പേരുകളെല്ലായിടവും പ്രചാരം നേടുന്ന രൂപത്തിലേക്കാക്കാൻ കഴിയുമോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ CSR ഫണ്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് അവരുടെ പേരെന്ന് തോന്നുന്നു. ആ കമ്പനി ഏതാണെന്ന് നമ്മൾ പരിശോധിക്കണം. അവരുടെ താല്പര്യം എന്താണെന്ന് പരിശോധിക്കണം. മറ്റു പല കമ്പനികളും ഇതേ രൂപത്തിൽ CSR ഫണ്ടിന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതും നാം നോക്കണം. അതൊക്കെ എങ്ങനെയാണ് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്? ഒരിടത്തത് ഒരു തദ്ദേശ സ്ഥാപനം വഴിയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അത് ഏത് രൂപത്തിലാണ് വരാൻ പോകുന്നത് എന്ന ജാഗ്രത പാലക്കാട് നമുക്ക് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കാം. എന്തേ ഇപ്പോൾ ഈ ഭരണസമിതിക്ക് ഇത്രയും പ്രത്യേക താല്പര്യം ഈ കാര്യത്തിൽ? ഹെഡ്ഗേവാറിനെ ഓർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നമുക്കറിയുന്നതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ചേരിപ്പോര്. ആ ഘട്ടത്തിൽ ശക്തമായി ഔദ്യോഗിക BJP പക്ഷത്തിനെതിരെ നിലപാടെടുത്ത വിമതസ്വരങ്ങളിലൊന്നായിരുന്നു ഈ പ്രേമയും അല്ലേ, കൃഷ്ണദാസുമൊക്കെ. ഇന്ന് ഇവരെല്ലാവരും ആ വേദിയിലുണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിച്ചതാരാ? RSS ആണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ അവരുടെ കൂറ് തെളിയിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയായി അവരിത് ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ മണ്ണ് അതിന് വിട്ടുകിട്ടില്ല.